നിറഞ്ഞു നിൽപ്പ് എന്നിൽ നിന്നിത അഴകിടും വേദിയിൽ പാടുന്നോറും ഞാൻ അങ്ങോട്ടാണ് നോക്കണം. എനിക്ക് പാടി തീർത്തിട്ട് അങ്ങ് പോണം. പാട്ട് പാടിക്കുക, എന്റെ തോർത്തുരിഞ്ഞു കളയുക, അങ്ങനെയുള്ള കലാപരിപാടി. ഈ പണ്ടത്തെ അണ്ണന്മാരുണ്ട്, അവരൊന്നും ഇപ്പൊ ഇല്ല. ഒന്ന് രണ്ടൊക്കെ അവിടെ നിന്ന് പോയി, പിന്നെ ഒന്ന് രണ്ടും മറ്റു. അത് ഈ നമ്മളന്ന് ഈ നിക്കർ കൂടി പോയിട്ടിട്ട് ടയർ കൂട്ടി നടക്കുന്ന സമയത്ത് ഡാ നേരടാ ഒരു പാട്ട് പറ. ഈ സ്നേഹമുണ്ട്, പക്ഷെ മുട്ടായിയും അതും ഇതും കപ്പൽ മുട്ടായും കപ്പലിൻ്റെ ഒക്കെ വാങ്ങിച്ച് വെച്ചേക്കും എനിക്ക് തരാൻ വേണ്ടി. പക്ഷെ പറയുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും. ഒരു പാട്ട് പറ എന്ന് പറയും. അവിടെ നിന്ന് പാട്ട് പാടും. ഒരു മരത്തോപ്പില് മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പ് എന്നിൽ നിന്നിത അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുവേ. അപ്പൊ ഈ പാടുന്തോറും ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. എനിക്ക് പാടി തീർത്തിട്ട് അങ്ങ് പോണം. അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുവേ. അപ്പോ അല്ലാതെ കൊള്ളാന്ന അല്ലെങ്കിൽ സൂപ്പർ എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോ എന്താ എന്നാലും ഭയങ്കര സ്നേഹവും. പാട്ടുകളൊക്കെ അങ്ങനെയാണ്. എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഡാൻസ് കളിക്കുക, പാട്ട് പാടിക്കുക, എന്റെ തോർത്തുരിഞ്ഞു കളയുക, അങ്ങനെയുള്ള കലാപരിപാടി. ഓറ എന്ന് പറയുക. ആ പാട്ടൊക്കെ പാടിച്ചിട്ട് ഒറാന്ന് പറയും, അങ്ങനെ. അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഒരു കൊച്ചു ടി വി ആയിരുന്നു ഞാൻ. അവരൊരു ടി വി ആയിരുന്നു ഞാൻ. അവർ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പോയില്ലടാ. അപ്പം ഞാൻ സ്കൂളിൽ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ പൊക്കും.